ഉള്ള നാമം ജപിച്ചു കഴിഞ്ഞാല് എത്ര പേര് വരും? വിഷ്ണു പാർഷദന്മാർ എത്ര പേര് വരും? 16 ആള് വരും. നാരായണന്റെ നാമം ജപിച്ചപ്പോൾ എത്ര പേര് വന്നു? 4 പേര്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഹരേ കൃഷ്ണ മന്ത്രത്തിൽ എത്രയാ ഉള്ളത്? 16 അക്കങ്ങളുണ്ട്. 16 വിഷ്ണു പാർഷദന്മാർ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ മനസ്സൊന്ന് ആ ഭഗവാന്റെ തിരുനാമത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഈ ഒരു നാമം ജപിച്ച് മാത്രം മതി. ഒന്നും നിങ്ങൾ കൊടുക്കണ്ട. ഇനി നിങ്ങൾക്ക് ജപിക്കാനൊന്നും സമയമില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴെങ്കിലും എന്ത് ചെയ്താൽ മതി? ജപിച്ചാൽ മതി. ഇനി അതിനും പറ്റുന്നില്ല, ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും ജപിക്കുക പ്രിയ ഭക്തരെ. നമ്മളെ ആര് സംരക്ഷിക്കും? ഭഗവാൻ സംരക്ഷിക്കും പ്രിയ ഭക്തരെ. പിന്നീട് ഞാൻ എല്ലാം പറയുന്നില്ല, ഇനി ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. സർവവ്യാധി വിനാശിനി ശക്തി എല്ലാം പല നമുക്ക് അസുഖങ്ങൾ വരില്ലേ? വ്യാധി എന്ന് പറഞ്ഞാൽ എന്താ? അസുഖങ്ങള്. നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സർവവ്യാധി വിനാശിനി ശക്തി അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ, നമുക്കായ ഔഷധം നമ്മൾ കഴിക്കുമ്പോൾ എന്താവും? ഈ വ്യാധികളെല്ലാം എന്താവും? ഇല്ലാതായിട്ട് മാറും. അതുകൊണ്ട് നാളെ ഇനി അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ഒന്നും കാണാൻ പോകാതെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആ പ്രഭു പറഞ്ഞിട്ടുണ്ട് ഇത് ജപിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ എന്ത് വേണം എന്ന് പറഞ്ഞാല്, നമുക്കൊരു വ്യാധി അസുഖം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തരുന്ന മരുന്നുണ്ടല്ലോ, ആ മരുന്ന് നമ്മൾ വലത് കയ്യിൽ എടുത്തിട്ട് ഒരു 21 തവണ ഭഗവാന്റെ തിരുനാമം ജപിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് പാനം ചെയ്തു കഴിഞ്ഞാൽ, അത് സ്വീകരിച്ചു കഴിഞ്ഞാല് നമുക്ക് 3 ദിവസം കൊണ്ട് മാറേണ്ട അസുഖം 1 ദിവസം കൊണ്ട് എന്താകും? പൂർണ്ണമായിട്ടും ഭേദമായിട്ട്. കാരണം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ഉള്ളില് സർവവ്യാധി എന്താ പറഞ്ഞത്? സർവവ്യാധി വിനാശിനി മന്ത്രി അല്ലെ? അതിന് മന്ത്രം, അതിന് ശക്തി, അതിനെ അകറ്റുന്ന ആ ഒരു ശക്തി അതിന്റെ ഉള്ളിലുണ്ട് പ്രിയ ഭക്തരെ. ഗാന്ധിജിയെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? അറിയാവോ ഗാന്ധിജീന? ഇല്ലേ? അറിയാല്ലേ? ആ ഗാന്ധിജി പണ്ട് സ്വാതന്ത്ര്യ സമരത്തിനെല്ലാം പങ്കെടുത്ത ആ ഗാന്ധിജിയാണ്. ആ ഗാന്ധിജിനെ കുറിച്ചിട്ടാ പറയുന്നത് കേട്ടാ. ആ ഗാന്ധിജി ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് എപ്പോഴും തിരക്കായിരുന്നു ഗാന്ധിജിക്ക്. അങ്ങനെ തിരക്കിനിടയിൽ അദ്ദേഹം ഓടി ഇങ്ങനെ ഓരോ സേവനങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഗാന്ധിജിക്ക് എന്തുണ്ടായി? തന്റെ ശരീരത്തിന് ക്ഷീണം കാരണം ബോധം കെട്ട് നിലത്ത് വീണുപോയി. ആര് വീണുപോയി? ഗാന്ധിജി. നമ്മളല്ല, ആരാ വീണത്? ഗാന്ധിജി വീണ്. ഗാന്ധിജി വീണപ്പോൾ ഗാന്ധിജിയാ വീണിരിക്കുന്നത്. എല്ലാവരും ചുറ്റും വിദഗ്ധമായിരിക്കുന്ന വൈദ്യനെ, ഡോക്ടറെ അന്വേഷിച്ചു. പെട്ടെന്ന് ഒരു 5-10 ഡോക്ടർ വന്നു. ഗാന്ധിജിയെ മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചു. അവര് ഗാന്ധിജിക്ക് എന്ത് കൊടുത്തു? മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പതുക്കെ അദ്ദേഹത്തിന് ബോധം കിട്ടി, തിരിച്ചു കിട്ടി നോക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ ചുറ്റും ആരാ ഉള്ളത്? പ്രധാനപ്പെട്ട ഒരുപാട് ഡോക്ടർമാർ ഗാന്ധിജിയുടെ ചുറ്റും നിൽക്കുക. ഇത് കണ്ട നിമിഷം ഗാന്ധിജിക്ക് തന്റെ ഇങ്ങനെ നോക്കുമ്പോൾ മുഴുവനായിട്ടും ഡോക്ടർ ഇങ്ങനെ നിൽക്കുക, തന്റെ സേവകന്മാര് നിൽക്കുവാണ്, വിശേഷപ്പെട്ട വ്യക്തികളൊക്കെ നിൽക്കുക. ഗാന്ധിജി ആശ്ചര്യത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അപ്പൊ ഗാന്ധിജിയോട് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ അസുഖമെല്ലാം പൂർണ്ണമായിട്ട് മാറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, ഞാൻ ഇപ്പോഴും അസുഖം മാറി, നിങ്ങൾ എനിക്കൊക്കെ സേവനങ്ങൾ നിർവഹിച്ചു, പക്ഷെ ഇതിലും ഞാൻ സന്തോഷിക്കുമായിരുന്നു. എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും ഹരിയുടെ നാമം ജപിക്കുകയാണ് എങ്കിൽ, കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലും സന്തോഷം ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർക്കെല്ലാം മുഖത്താകെ ഒരു മ്ലാനതയുണ്ട്. ഇദ്ദേഹം ഗാന്ധിജിയല്ലേ പറയുന്നത്, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഗാന്ധിജി തന്റെ സ്വന്തം അനുഭവം പറയാ. നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ? ഗാന്ധിജി പറയാണ്, ഗാന്ധിജി എവിടെയാ താമസിച്ചിരുന്നത്? ഓരോ സ്ഥലങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലങ്ങളിലേക്കാ. പക്ഷെ ഗാന്ധിജിയുടെ അമ്മ എവിടെയാ താമസിച്ചിരുന്നത്? എവിടെയാ താമസിച്ചത്?
കേൾക്കുന്നില്ല. ആശ്രമത്തിൽ നിങ്ങൾ മിണ്ടരുത്. ആശ്രമത്തിലായിരുന്നു അല്ലെ ഗാന്ധിജിയുടെ അമ്മ താമസിച്ചിരുന്നത്? എവിടെയാ? ആശ്രമത്തിലായിരുന്നു. പ്രിയ ഭക്തരെ, ഗാന്ധിജിയുടെ അമ്മയ്ക്ക് 84 വയസ്സാണ്. ഈ സമയത്ത് ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അമ്മയ്ക്ക് വാർദ്ധക്യ സഹജമായ രോഗം വന്നു. ആ അമ്മ അവിടുന്ന് അന്ന് തിരിച്ചു പോകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. വിശിഷ്ടപ്പെട്ട ഡോക്ടർമാരൊക്കെ വന്നു. എല്ലാവരും വന്നിട്ട് ആ അമ്മയുടെ നാഡി ഞരമ്പ് പിടിച്ചു നോക്കുമ്പോൾ അവർ മനസ്സിലാക്കി അമ്മ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവിടെ തിരിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു, 24 മണിക്കൂർ സമയം കൊടുത്തു. എത്ര മണിക്കൂറാണ് കൊടുത്തേ? 24 മണിക്കൂർ സമയം കൊടുത്തിട്ട് പറഞ്ഞു, 24 മണിക്കൂർ മാത്രമേ ഈ അമ്മ ജീവിച്ചിരിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ആരെ വിളിക്കൂ? ഗാന്ധിജിയെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഗാന്ധിജി അവിടെ നിന്ന് നേരെ ഈ അമ്മ തൻ്റെ സ്വന്തം അമ്മയുടെ ആശ്രമത്തിലേക്ക് വന്നു. അമ്മയുടെ അടുത്ത് നിന്ന് ആ അമ്മ എങ്ങനെയാണോ ദേവഹൂതിക്ക് സ്വന്തം മകൻ കപിലമുനി ഗുരുവായിട്ട് ദേവഹൂതി കപിലമുനിയെ സ്വീകരിച്ചു, അതുപോലെ ഗാന്ധിജിയുടെ മാതാവ് ഗാന്ധിജിയെ എന്തായിട്ട് കണ്ടു? ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ട് മകനോട് ചോദിച്ചു, മകനെ, അവസാന നിമിഷം ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധിജി സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, പ്രിയ ഭക്തരെ. അമ്മ ഈ അവസാന നിമിഷം, ഇനി എത്ര നിമിഷങ്ങൾ അമ്മയ്ക്ക് പ്രാണൻ ബാക്കിയുണ്ടോ, ആ നിമിഷം അമ്മ ഹരിയുടെ നാമം ജപിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗാന്ധിജിയുടെ അമ്മ, ഇതെല്ലാം സത്യമാണ് പ്രിയ ഭക്തർ, ഈ അടുത്ത കാലത്ത് നടന്ന സത്യ. ഗാന്ധിജിയുടെ അമ്മ അവിടെ വെച്ചിട്ട് ഹരിയുടെ നാമം ജപിച്ചു. 24 മണിക്കൂറാ പറഞ്ഞത്. പക്ഷേ ആ അമ്മ അന്ന് ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 4 ദിവസം കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, അങ്ങനെ ഒരുപാട് മാസങ്ങളോളം അതിനുശേഷം ആര് ജീവിച്ചു? അമ്മ ജീവിച്ചു. പ്രിയഭക്തരെ, ഹരിനാമത്തില് എല്ലാ വ്യാധികളെയും അകറ്റുന്ന എന്തുണ്ട്? ഔഷധമുണ്ട്, ശക്തിയുണ്ട്. പ്രിയഭക്തരെ, ഭഗവാന്റെ തിരുനാമം